എല്ലാ നാടൻ വിഭവങ്ങളും ചേർത്തിട്ട് നല്ലൊരു ലഞ്ച് ഒരുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പുറത്തേക്കൂടെ ഇപ്പം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടും. ആദ്യം തന്നെ കോവയ്ക്കാണ് കേട്ടോ എടുക്കുന്നത്. കോവക്ക നമ്മൾ കണ്ണൂരുകാർ കോയക്ക എന്ന് പറയും. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും 2-3 പച്ചമുളകും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. മുൻപൊന്നും ഇങ്ങനെയല്ല കേട്ടോ, ഒത്തിരി പച്ചക്കറികൾ ഉണ്ടാവുമായിരുന്നു. ഇത്തവണ അധികം സമയം കിട്ടാത്തത് കൊണ്ട് കുറച്ച് മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ചപ്പോഴാണ് അറിഞ്ഞത് മൂപ്പര് ചക്കപ്പൂതലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ കുട്ടിച്ചക്ക ഉണ്ടല്ലോ, അത് നമ്മളതിനെ ചക്കപ്പൂതൽ എന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പകുതി നമുക്ക് കറി വെക്കാൻ എടുത്തു, പകുതി നാളെ വെക്കാമെന്നാണേ പറഞ്ഞത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറി. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇത് പുളിങ്കറി വെക്കും. പുളിങ്കറി വെച്ചാൽ മോരൊഴിച്ച് വെക്കുന്ന കറീനെ നമ്മൾ പുളിങ്കറി എന്നാണ് കേട്ടോ പറയുക. ഇതെല്ലാം കണ്ണൂരിലെ ഓരോരോ സൈഡിലുള്ള ഓരോരോ ഭാഷയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ചിലവർ പുളിയും മുളകും ചേർത്തതിനെയാണ് പുളിങ്കറി എന്ന് പറയാറുള്ളത്. നമ്മളിങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ തൈരൊക്കെ ചേർത്ത് അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവിന് വേണ്ടുന്ന തേങ്ങയും കൂടി ഒന്ന് ചിരകിയെടുക്കാം. അതിനിടയിൽ കുടിക്കാൻ വെള്ളം വെക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള വെള്ളമൊന്നും കുടിക്കരുത്, പച്ചവെള്ളം കുടിക്കരുത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോഴേക്ക് ചക്കപ്പൂതലൊക്കെ വെന്ത് വന്നു. ഇനി അതിലേക്ക് അരപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് സംഭവം റെഡിയായി. ഇനിയിപ്പോൾ താളിപ്പും കഴിഞ്ഞതിന് ശേഷം മീനും പൊരിച്ചെടുത്തു.